അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട നിബന്ധനകളിൽ ഒന്നാണ് ദുൽഹജ്ജ് മാസം ആഗതമായാൽ ഉളുഹിയത്ത് കഴിയുന്നത് വരെ മുടിയോ നഖമോ രോമമോ ഒന്നും ശരീരത്തിൽ നീക്കാൻ പാടില്ല. എന്നാൽ അപ്രകാരം ഒരാൾ അറിഞ്ഞോ അറിയാതെയോ ശരീരത്തിൽ നിന്ന് മുടിയോ നഖമോ അല്ലെങ്കിൽ രോമമോ നീക്കിയാൽ അതുമൂലം ഉളുഹിയത്തിനെ ബാധിക്കുമോ? അത് എന്താണ് അതിന്റെ വിധി എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഹദീസുകൾ കൃത്യമാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന റിപ്പോർട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖലത്തിൽ അശ്റു വഅറാദ അഹ്ദുകും യുദ്ഹിയ, ദുൽഹജ്ജ് മാസമായാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഉളുഹിയത്തിന് നേർന്ന ഒരാളാണെങ്കിൽ ഫലാ യമസ്സ മിൻ ശഅരിഹി വബശരിഹി ഷൈഅൻ, അദ്ദേഹത്തിന്റെ ശരീരത്തിലെ രോമങ്ങളോ നഖമോ ഒന്നും നീക്കാൻ പാടില്ല എന്ന് പറയുന്ന റിപ്പോർട്ട് സ്ഥിരപ്പെട്ട റിപ്പോർട്ടാണ്. ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട മര്യാദകളിൽ അദബുകളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നാൽ ഒരാൾ ഉളുഹിയത്തിന് നേർന്നു, ദുൽഹജ്ജ് മാസത്തിൽ ഉളുഹിയത്തിന് മുമ്പായി അഥവാ ദുൽഹജ്ജ് 10 മുമ്പായി ഉളുഹിയത്ത് നടത്തുന്നതിന് മുമ്പായി മുടിയോ നഖമോ രോമമോ നീക്കിയാൽ എന്താണ് അതിന്റെ വിധി? ഷാഫി മദ്ഹബുകാർ പറയുന്നത്, ഷാഫി ഫിഖിയിലെ അഭിപ്രായ പ്രകാരം ദുൽഹജ്ജ് മാസത്തിലെ ഉളുഹിയത്തിന് മുമ്പായി ആ 10 ദിവസങ്ങൾക്കുള്ളിൽ മുടിയോ രോമമോ നഖമോ നീക്കുന്നത് കറാഹത്താണ് എന്നും വലിയ ഒരു പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തുകയാണ് എന്നും എന്നാണ് അവർ വാദിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിനോട് പാവമോചനം തേടണം. എന്നാൽ അതുമൂലം ഉളുഹിയത്തിനെ പ്രതികൂലമായി ബാധിക്കുകയില്ല, ഉളുഹിയത്തിൻ്റെതായ പ്രതിഫലത്തിൽ പ്രശ്നം വരില്ല എന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഉളുഹിയത്ത് സാധുവാകും എന്നാണ് ഷാഫി ഫിഖിയുടെ അഭിപ്രായം. എന്നാൽ ഹംബലി ഫിഖുകളിലും അതേപോലെ സലഫി വീക്ഷണമുള്ള പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് അവർ ഹറാമു ചെയ്തു എന്നാണ്. ആ ഹറാമു ചെയ്തതിന് അവർ അള്ളാഹുവിനോട് തൗബ ചെയ്യണം എന്നാണ്. അതേപോലെ തന്നെ അവരുടെ ഉളുഹിയത്ത് സാധുവാകും, ഉളുഹിയത്തിനെ ഇതുകൊണ്ട് ബാധിക്കുകയില്ല, ഉളുഹിയത്ത് സാധുവാകും. പക്ഷെ എന്നാൽ ഹദീസിൽ സ്ഥിരപ്പെട്ടൊരു വിഷയമായിരിക്കെ അതെടുക്കാൻ പാടില്ല, മുടിയും രോമവും നഖവും ഒന്നും വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ വെട്ടുന്നത് ഹറാമാണ്, അവർ തൗബ ചെയ്യണം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.